നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഒമാനിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത് 147 പേർക്ക് മാത്രമെന്ന് ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട്. ചികിത്സയിലായിരുന്ന 6 പേർ മരണപ്പെടുകയും ചെയ്തു. ഇതോടെ രാജ്യത്താകെ കോവിഡ് കേസുകൾ 3,728ഉം ആകെ മരണസംഖ്യ 4,013 രാജ്യത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ച കോവിഡ് കേസുകളിൽ 2,89,130 പേരും ഇതിനോടകം രോഗമുക്തരായിരിക്കുന്നു. 96.1% ഇപ്പോഴത്തെ രോഗമുക്തി നിരക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 22 രോഗികളെ മാത്രമാണ് രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നത്. സൗദി അറേബ്യയിൽ ആശ്വാസം പകർന്ന് കോവിഡ് ബാധിച്ച് നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണം പിന്നെയും കുറഞ്ഞു. പുതുതായി 546 പേർക്ക് കോവിഡ് ബാധ സ്ഥിരീകരിക്കുകയും 794 പേർക്ക് സുഖം പ്രാപിക്കുകയും ചെയ്തു. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ രോഗം ബാധിച്ച് നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണം 6,246 കുറഞ്ഞു. ഇതിൽ 1,273 പേർ മാത്രമാണ് ഗുരുതരാവസ്ഥയിൽ തീവ്രപരിചരണത്തിൽ കഴിയുന്നത്. ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരം. കോവിഡ് മഹാമാരിയുടെ അടുത്ത ഘട്ടത്തെ നേരിടുന്നതിനുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ ത്വാരിഖ് കോവിഡ് സുപ്രീം കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകി. പൊതുജനാരോഗ്യം സുരക്ഷിതമാക്കുന്നതിനൊപ്പം സർക്കാർ വകുപ്പുകളുടെ പ്രവർത്തനങ്ങളുടെ സുസ്ഥിരത ഉറപ്പാക്കുന്ന രീതിയിലും വേണം നടപടികൾ കൈക്കൊള്ളാനെന്നും സുപ്രീം കമ്മിറ്റിയുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ച സുൽത്താൻ പറഞ്ഞു. ഓഗസ്റ്റ് 24 വരെ UAE-യിലേക്ക് ഇൻഡിഗോ വിമാനങ്ങൾ സർവീസ് നടത്തുന്നതിന് വിലക്ക്. വിമാനത്താവളത്തിൽ കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാകാത്ത യാത്രക്കാരെ കൊണ്ടുപോയതിനെ തുടർന്ന് ചൊവ്വാഴ്ച മുതലാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. യാത്രക്കാർ പുറപ്പെടുന്നതിന് 48 മണിക്കൂർ മുൻപേ ഒരു RT-PCR ടെസ്റ്റും ഫ്ലൈറ്റ് പുറപ്പെടുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപേ വിമാനത്താവളത്തിൽ മറ്റൊരു ദ്രുത PCR പരിശോധനയും നടത്തേണ്ടതുണ്ടെന്നുള്ള നിബന്ധന ഓഗസ്റ്റ് 5 മുതൽ നിലവിൽ വന്നിരുന്നു. കോവിഡ് നിബന്ധനകൾ പാലിക്കാതെ യാത്രക്കാരെ കയറ്റിയതിന് ഇൻഡിഗോ വിമാനങ്ങൾക്ക് UAE-യിലേക്ക് ഒരാഴ്ചത്തേക്ക് പ്രവേശന വിലക്ക്. യാത്രയ്ക്ക് 4 മണിക്കൂറിലെടുത്ത റാപ്പിഡ് PCR ഫലം ഹാജരാക്കാത്ത യാത്രക്കാരെ കയറ്റിയതിനാണ് ഈ മാസം 24 വരെയുള്ള വിമാനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്. ഇതോടെ ഇൻഡിഗോയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാർ പ്രതിസന്ധിയിലായി. അതേസമയം സർവീസുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ മൂലം 24 വരെ സർവീസ് ഉണ്ടാവില്ലെന്ന് ഇൻഡിഗോ അറിയിച്ചു. ടിക്കറ്റ് എടുത്തവർക്ക് പണം തിരിച്ചു നൽകുകയോ മറ്റ് വിമാനങ്ങളിൽ സൗകര്യം ഒരുക്കുകയോ ചെയ്യുമെന്നും അവർ വ്യക്തമാക്കി. മമ്മൂട്ടിക്കും മോഹൻലാലും UAE ഗോൾഡൻ വിസ അനുവദിച്ചു. വിസ സ്വീകരിക്കാൻ അടുത്ത ദിവസം താരങ്ങൾ UAE-ലെത്തും. തിങ്കളാഴ്ച അബുദാബിയിൽ വിസ പാസ്പോർട്ടിൽ പതിച്ചു നൽകും. ഗോൾഡൻ വിസ ലഭിക്കുന്ന ആദ്യ മലയാളി സിനിമാ താരങ്ങളാണ് ഇവർ. കലാരംഗത്തെ സംഭാവനകൾ കണക്കിലെടുത്താണ് 10 വർഷത്തെ വിസ നൽകുന്നത്. നേരത്തെ ഷാറൂഖ് ഖാൻ, സഞ്ജയ് ദത്ത് ഉൾപ്പെടെയുള്ള സിനിമാ താരങ്ങൾക്കും സാനിയ മിർസ ഉൾപ്പെടെയുള്ള കായിക താരങ്ങൾക്കും ഗോൾഡൻ വിസ നൽകിയിരുന്നു. 70 രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് അബുദാബി ഓൺ അറൈവൽ വിസ നൽകി തുടങ്ങി. സന്ദർശക വിസക്കാരെ അനുവദിക്കുമെന്നുള്ള പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് അബുദാബിയുടെ തീരുമാനം. US, യൂറോപ്യൻ വിസയുള്ള ഇന്ത്യക്കാർക്കും സൗകര്യം ലഭിക്കും. മുൻകൂർ അപേക്ഷ നൽകാതെ തന്നെ എത്തിച്ചേരുന്ന വിമാനത്താവളത്തിൽ നിന്ന് വിസ അനുവദിക്കുന്ന സംവിധാനമാണ് ഓൺ അറൈവൽ. US, ചൈന, മാലിദ്വീപ്, ഫ്രാൻസ്, റഷ്യ, പോർച്ചുഗൽ, പെറു, സിംഗപ്പൂർ, സ്പെയിൻ, ദക്ഷിണ കൊറിയ, സ്വീഡൻ, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് ഈ സൗകര്യം. ജീവകാരുണ്യ രംഗത്തെ മുൻനിര പ്രവർത്തകർക്ക് 10 വർഷത്തെ ഗോൾഡൻ വിസ നൽകുമെന്ന് UAE. അന്താരാഷ്ട്ര ജീവകാരുണ്യ ദിനത്തിന് മുന്നോടിയായി UAE പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. നേരത്തെ സംരംഭകർക്കും ഡോക്ടർമാർക്കും കോഡർമാർക്കും മിടുക്കരായ വിദ്യാർത്ഥികൾക്കുമാണ് UAE 10 വർഷത്തെ ഗോൾഡൻ വിസ നൽകിയിരുന്നത്. കുവൈറ്റിൽ ഒരു ആശുപത്രിയിലും നിലവിൽ കുട്ടികൾ കോവിഡ് ചികിത്സയിലില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം. കഴിഞ്ഞ ഒരാഴ്ച ഉണ്ടായിരുന്ന 4 പേർ രോഗമുക്തി നേടി. രാജ്യത്ത് കോവിഡ് സാഹചര്യം മെച്ചപ്പെട്ടതിന്റെ സൂചകങ്ങളിൽ ഒന്നാണിത്. 2 മാസത്തിനിടെ കോവിഡ് വാർഡുകളിൽ ചികിത്സയിൽ ഉണ്ടായിരുന്നവരുടെ എണ്ണം 61% കുറഞ്ഞു. വിവിധ ആശുപത്രികളിൽ കോവിഡ് വാർഡുകളും 50 മുതൽ 60% വരെ കുറച്ചിട്ടുണ്ട്. കൗതുക ഇഷ്ട നമ്പർ പ്ലേറ്റുകൾ സ്വന്തമാക്കാൻ RTA ലേലം 28-ന്. ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിലെ ഇന്റർ കോണ്ടിനെന്റൽ ഹോട്ടലിൽ വൈകിട്ട് 4:30 മുതൽ ലേലം ആരംഭിക്കും. E55, W29 എന്നീ ഫാൻസി നമ്പർ ഉൾപ്പെടെ 2 അക്കം മുതൽ 5 അക്കം വരെയുള്ള നമ്പറുകൾ സ്വന്തമാക്കാം. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.